ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇനി വീഡിയോയിലേക്ക് പോകാം. ഇനി ആവശ്യമായി നമ്മൾ ബീൻസ് എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്. ബീൻസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളായി നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനൊരു 1/4 കിലോ ബീൻസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ചെറിയ പീസുകളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ബീൻസ് എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അതിന് കൂടെ സവാളയും ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് വയ്ക്കാം. അതിന് നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. തോരങ്ങൾ റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കി എടുക്കണേ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കടുക് അങ്ങനെ നന്നായി പൊട്ടി വന്നു. ഇനി കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. കറിവേപ്പില പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ബീൻസും സവോളയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വെള്ളം ചേർക്കാതെ തന്നെ വതക്കിയെടുക്കണേ. ചെറു തീയിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ബീൻസിന് നല്ല ടേസ്റ്റ് ആയിരിക്കുക. ചിലർ പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് ഇതിൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുകയെ. വെള്ളമൊന്നും ചേർക്കരുത് നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ. ഇതുപോലെ തന്നെ സ്റ്റൗ സ്ലോയിൽ വെച്ച് ആ എണ്ണയിലും ആ ബീൻസിനൊരു വെള്ളപ്പം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടും. ഇനി നമ്മൾ ഒരു 3 ചെറിയ ഉള്ളിയും ഒരു 4 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 2ആയിട്ട് കീറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. അതും 2ആയിട്ട് കീറി നമ്മൾ ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ജീരകം നമ്മൾ ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ജാറിൽ തേങ്ങയുടെ മുമ്പ് ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണേ. നല്ലതായിട്ട് അരയ്ക്കരുത്, ചതച്ച് നമ്മൾ തോരനൊക്കെ സാധാ ചതച്ചെടുക്കത്തില്ല, അതുപോലെ എടുക്കണം. നമ്മളുണ്ടെങ്കിൽ ഇതിൽ പച്ചമുളകൊക്കെ അടിയിൽ ചേർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബീൻസ് ഏകദേശം വേകാറായിട്ടുണ്ട്. കണ്ടോ, ഉള്ളിയുടെയും ആ ബീൻസിൻ്റെയും വെള്ളം തന്നെ താനെ ഇറങ്ങി വന്നോളും. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം. സ്റ്റൗ സ്ലോയിൽ വെച്ച് വേണം നമ്മൾ ഈ തോരനൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ എടുക്കേണ്ടത്. നമ്മുടെ ബീൻസ് അങ്ങനെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാമേ. ഈ ബീൻസ് വെന്തതിന് ശേഷം തന്നെയാണ് മസാല ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ മസാലയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കാൻ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇതേ സമയം ചേർത്ത് കൊടുക്കാവേ. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയും ബീൻസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പൊക്കെ ഈ മസാലയിൽ പിടിച്ചു വരണേ. അതിനനുസരിച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും ഇങ്ങനത്തെ തോരനോ കറികളൊന്നും ഇഷ്ടമല്ല. എല്ലാവർക്കും ഇപ്പോൾ ഫാസ്റ്റ് ഫുഡല്ലേ കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇതൊക്കെയാണ് കൂടുതൽ നമുക്ക് ഹെൽത്തിയും ആരോഗ്യത്തിനൊക്കെ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മളിങ്ങനെ വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാവേ. നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഇനി മസാലയുടെ പച്ചമണമൊക്കെ പോയി കിട്ടും. സ്റ്റൗ സ്ലോയിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണേ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു സർവിങ് ബോളിലേക്ക് നമ്മുടെ ബീൻസ് കോരി വയ്ക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ബീൻസ് തോരൻ. നല്ല തനി നാടൻ ബീൻസാണേ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഇതൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. എല്ലാം കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിൽ കാണാം.